മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ബൾബ് LED മോഡലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ്, അങ്ങനെ 1-2 വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഹബിനകത്തായാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചെയിനൊക്കെ ഒരല്പം ലൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാനുള്ളേ ഉള്ളൂ. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.7 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അത് കൂടാണ്ട് നമ്മൾ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഒരു ചെലമ്പൽ സൗണ്ട് വരുന്നുണ്ട് ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന്. അത് ഈ ക്യാം ചെയിൻ ടെൻഷനർ എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന യൂണിറ്റ് ഫെയിൽഡായി തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടെ നമുക്കത് മാറ്റിയിടാണെങ്കിൽ ആ സൗണ്ട് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് വണ്ടി ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. കാരണം ടൈമിങ് ചെയിനൊക്കെ എനിക്കൊന്ന് വന്നപ്പോൾ ഉള്ള ചെയിനായിരിക്കുള്ളൂ. അതിൻ്റെ വലിച്ചിൽ ഇച്ചിരി കൂടുതലായി തുടങ്ങിയിട്ടുണ്ടാവും. കാരണം അതിനനുസരിച്ച് കിലോമീറ്റർ ഓടുന്നതിൻ്റെ അനുസരിച്ചാണ് അത് വരാം. അപ്പോൾ തൽക്കാലം നമ്മൾ ക്യാം ചെയിൻ ടെൻഷനർ ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അത് പ്രോബ്ലം ഇല്ലാണ്ട് നിന്നോളും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലി, ഹെഡ്ലൈറ്റ് ബൾബ് നമ്മൾ മാറ്റി LED മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. LED മോഡൽ ബൾബ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഹെഡ്ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന മോഡലാണ് ശരിക്കും നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് LED വരുമ്പോൾ നമുക്ക് അങ്ങനെ വെക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഫുൾ ടൈം നമുക്ക്, കാരണം LED വെക്കുമ്പോൾ നമുക്ക് AC ഡൈനാമോ AC കറണ്ടിൽ നിന്നും DC-യിലേക്ക് കൺവേർട്ട് ചെയ്തിടണം. DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയിലേക്കാണ് അതിൻ്റെ ലൈൻ കണക്ട് ചെയ്തിടാം. ബാറ്ററിയിലേക്ക് ലൈൻ കണക്ട് ചെയ്യുമ്പോൾ അറിയാലോ, കാരണം നമുക്ക് ഇതിന് 12 വോൾട്ടും ആകെ 4 ആമ്പിയറാണ് ബാറ്ററി ഉള്ളൂ. ഫുൾ ടൈം നമ്മളത് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ലൈഫ് ശരിക്കും കുറേ വ്യത്യാസം വരും, ലൈഫ് കുറയും. കാര്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു കാര്യമില്ലാണ്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡേയിൽ. നൈറ്റിനോ കുഴപ്പമില്ല, നമുക്ക് ആവശ്യം വരെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പകൽ തെളിഞ്ഞ് കിടക്കുന്നതിൽ വലിയ കഥയില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ഹാൻഡിൽ ബാറും ഒരു സ്വിച്ച് വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു സ്വിച്ചും കൂടി അഡീഷണൽ വെച്ചിട്ട് വേണം നമുക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല, പുതിയ ടയറാണ് കേട്ടോ. പിന്നെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇതിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റ്, ഡിസ്ക് ബ്രേക്കിൻ്റെ ബ്രാക്കറ്റാണത് കാലിപ്പറിൻ്റെ. അതിൻ്റെ ഈ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കിയിടാം. അത് നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, കൈയോടെ നമുക്ക് മാറ്റിയിട്ടേക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞാണ്. ഓയിൽ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നം തോന്നണമൊന്നുമില്ല. കാര്യമായിട്ട് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്, എന്നാൽ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ. ജനറൽ സർവീസാണ്. കൂട്ടത്തിൽ കൂടെ നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ബൾബ് വിത്ത് അതിൻ്റെ ലൈൻ കറക്റ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് സ്വിച്ച് വെക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്യാം ചെയിൻ്റെ ടെൻഷനർ നമുക്ക് മാറ്റുന്ന ഞാൻ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം. അതിന് ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ലേബർ ചാർജ് ഒന്നും അഡീഷണൽ വേറെ വരുമൊന്നുമില്ല. കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്ത് പോകാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.